ഹലോ, ഞാൻ അക്ഷയ് S3 ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നു. ഞാനിവിടെ സെമിനാർ എടുക്കാൻ ആണ് വന്നത്. ഞാൻ സെമിനാറിനായി ചൂസ് ചെയ്ത ടോപ്പിക് ഡാറ്റ ടൈപ്സ് ഇൻ സി. ഡാറ്റ ടൈപ്സ് ഇൻ സി നമുക്ക് അറിയാമായിരിക്കും. ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഡാറ്റ ടൈപ്സിനെ കുറിച്ച്. ഇതിൽ പറഞ്ഞു തരുന്ന ഡാറ്റ ടൈപ്സിൻ്റെ ക്ലാസിഫിക്കേഷനും എന്താണ് ഡാറ്റ ടൈപ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും. അതിനകത്ത് ഞാൻ മെയിനായി വിവരിക്കാൻ പോകുന്നത് അതിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. ഓക്കെ, അതിൻ്റെ സബായിട്ട് പറയുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് പോകാം. എന്താണ് ഡാറ്റ ടൈപ്സ് എന്ന് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ഡാറ്റ ടൈപ്സ് ഇൻ സി? C data types are defined as the data storage format that a variable can store a data to perform specific operation. C data types are defined as the data storage format. ഇതൊരു ഡാറ്റ സ്റ്റോറേജ് ഫോർമാറ്റ് ആണ്. ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഡാറ്റ സ്റ്റോറേജ് ഫോർമാറ്റാണ്. ഒരു സ്പെസിഫിക് ആയുള്ള ഓപ്പറേഷൻ ക്യാരി ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡാറ്റ സ്റ്റോറേജ് ഫോർമാറ്റാണ് C data types. Data types are used to define variables before to use in programs. ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാംസിലാണ് ഡാറ്റ ടൈപ്സ്, C പ്രോഗ്രാംസിലാണ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അതിൻ്റെ അകത്തുള്ള വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. സൈസ് ഓഫ് വേരിയബിൾസ്, അതിൻ്റെ അകത്ത് മെയിനായിട്ട് സൈസ് ഓഫ് വേരിയബിൾസ്, കോൺസ്റ്റൻറ്റ്, അറേ ആർ ഡിറ്റർമൈൻഡ് ബൈ ഡാറ്റ ടൈപ്സ്. എക്സാമ്പിൾ വെച്ചാൽ സൈസ് ഓഫ് വേരിയബിളിൻ്റെ സൈസ്, കോൺസ്റ്റൻസ്, അറേ, ഇതെല്ലാം ഡാറ്റ ടൈപ്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാം. ഇത് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഡാറ്റ ടൈപ്സ് എന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അതിന് ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഡാറ്റ ടൈപ്സ് 3 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രൈമറി ഓർ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, 3 യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. അതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇതിനെക്കുറിച്ച് വിവരിക്കാൻ പോകുന്നത് പ്രൈമറി ഓർ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. ഇത് പ്രൈമറി ഓർ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് 5 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 5 ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്. 1 ഇൻറ്റിജർ, 2 ക്യാരക്ടർ, 3 ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, 4 ഡബിൾ, ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, ഡബിൾ ആൻഡ് വോയിഡ്. അങ്ങനത്തെ 5 എണ്ണമായിട്ട് ക്ലാസിഫിക്കേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 1 നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡെഫിനിഷനും ഇതും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ, എന്ത് ഡാറ്റയാണ് ഈ ഓരോ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ ഫണ്ടമെൻ്റൽ എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിൽ ഫണ്ടമെൻ്റലായിട്ട് ഉണ്ടാകുന്ന ഒരു ഡാറ്റ ടൈപ്സാണ്. നമുക്ക് നോക്കാം സ്റ്റോർ ചെയ്തിട്ടുണ്ടാകുന്നത്. ഫസ്റ്റ് 1 ഇൻറ്റിജർ ടൈപ്പ്. എന്താണ് ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റ ടൈപ്പ്? എന്താണ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് അഥവാ ഇൻറ്റിജർ ആർ ഹോൾ നമ്പേഴ്സ് വിത്ത് എ റേഞ്ച് ഓഫ് വാല്യൂസ് സപ്പോർട്ടഡ് ബൈ എ പെർട്ടിക്കുലർ മെഷീൻ. ഇതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറയുമ്പോൾ, ഇൻറ്റിജറിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഹോൾ നമ്പേഴ്സാണ്. ഹോൾ നമ്പേഴ്സ് എന്താണെന്ന് അറിയാം നമുക്ക് വെച്ചാൽ, ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ 1, 2, 3 അങ്ങനെ പോയിൻ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഹോൾ നമ്പേഴ്സ്. പോയിൻറ്റ്സ് ഉണ്ടാകാൻ പാടില്ല. 1.2 അങ്ങനത്തെ നമ്പേഴ്സ് അല്ല. അങ്ങനെ 1, 2, 3, 4, 5, 6, 7 അങ്ങനത്തെ നമ്പേഴ്സ്. അതാണ് ഇതിൻ്റെ റേഞ്ച്. ഈ ഇൻറ്റിജർ ടൈപ്പിൻ്റെ റേഞ്ച് അങ്ങനത്തെ നമ്പറാണ് ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇഫ് യു യൂസ് എ 16-bit വേർഡ് ലെങ്ത്, ദ സൈസ് ഓഫ് ഇൻറ്റിജർ വാല്യൂ ഈസ് ലിമിറ്റഡ് ടു ദ റേഞ്ച് -32768 +32767. ഇതിൻ്റെ നമ്മൾ 16 ബിറ്റാണ് ഇതിൻ്റെ വേർഡ് ലെങ്ത് ആണെങ്കിൽ അതിൻ്റെ റേഞ്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. -2762 +32767. ഇനി നമ്മൾ തേർഡ് പോയിന്റിലേക്ക് പോകണം. 3 ക്ലാസ്സസ് ഓഫ് ഇൻറ്റിജർ സ്റ്റോറേജ്. ഇതിനകത്ത് 3 ക്ലാസ്സസ് ആണ്. ഈ ഇൻറ്റിജർ സ്റ്റോറേജ് 3 ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 ഷോർട്ട് ഇൻറ്റ്, 2 ഇൻറ്റ്, 3 ലോങ് ഇൻറ്റ്. ഷോർട്ട് ഇൻറ്റ് റെപ്രസെൻറ്റ് ഫെയർലി
സ്മോൾ വാല്യൂ ദെൻ ഇൻറ്റ്. വെച്ചാൽ ഷോർട്ട് ഇൻറ്റ് എന്ന് പറയുമ്പോൾ മറ്റേ ഇൻറ്റിനെക്കാട്ടി ചെറിയ വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഷോർട്ട് ഇൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റ് റെപ്രസെൻറ്റ് ഫെയർലി സ്മോളർ വാല്യൂ ദെൻ ലോങ് ഇൻറ്റ്. അപ്പോൾ ഇൻറ്റ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ലോങ് ഇൻറ്റിനെക്കാട്ടും ചെറിയ വാല്യൂ. പക്ഷേ ഏറ്റവും വലിയ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ലോങ് ഇൻറ്റിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ഇത് 3 ക്ലാസ്സസ് ഉണ്ട് ഇൻറ്റിജർ സ്റ്റോറേജിൽ: ഷോർട്ട് ഇൻറ്റ്, ലോങ് ഇൻറ്റ്. പിന്നെ അടുത്തത് അൺസൈൻഡ് ഇൻറ്റിജർ. അൺസൈൻഡ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ റേഞ്ചസ് ഫ്രം 0 to 65535. അതാണ് അൺസൈൻഡ് ഇൻറ്റിജറിൻ്റെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് അൺസൈൻഡ് ഇൻറ്റിജർ. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇൻറ്റിജർ പറഞ്ഞു, അടുത്തതായിട്ടുള്ള നമ്മളെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്യാരക്ടർ ടൈപ്പാണ്. ക്യാരക്ടർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ക്യാരക്ടർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ക്യാരക്ടർ ടൈപ്പ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എ സിംഗിൾ ക്യാരക്ടർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ. ഒരു സിംഗിൾ ക്യാരക്ടർ വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്യാരക്ടർ ടൈപ്പ് എന്ന് ഉള്ള ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടായിരിക്കുന്നത്. ഒരു സിംഗിൾ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ അതിനാണ് ക്യാർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടേഴ്സ് ആർ യൂഷ്വലി സ്റ്റോർഡ് ഇൻ 8 bits ഓഫ് ഇൻറ്റേർണൽ സ്റ്റോറേജ്. ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യുന്നത് 8 ബിറ്റ്സിലാണ്. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ 8 ബിറ്റ്സിലാണ് ക്യാരക്ടർ. ആ കണക്കിന് നമ്മളിവിടെ ഇൻറ്റിജർ ടൈപ്പിൽ നോക്കുമ്പോൾ 16 ബിറ്റ്സിലാണ് ഇൻറ്റിജർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഇത് ഇപ്പോൾ 8 ബിറ്റ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. വൈൽ അൺസൈൻഡ് ക്യാരക്ടർ ഹാവ് വാല്യൂ ബിറ്റ്വീൻ. അൺസൈൻഡ് ക്യാരക്ടറിന് വാല്യൂ 0 to 255 ആണ് അൺസൈൻഡ് ക്യാരക്ടറിൻ്റെ വാല്യൂ. ഇനി സൈൻഡ് ക്യാരക്ടർ ഹാവ് വാല്യൂ ഫ്രം -128 to 127. സൈൻ ക്യാരക്ടർ അൺസൈൻഡും സൈൻഡും ഇതിൻ്റെ ആണ് നമ്മൾ വാല്യൂസ് ആണ് പറയുന്നത്. അൺസൈൻഡ് 0 to 255ഉം സൈൻഡ് ഉണ്ടാകുമ്പോൾ -128 to 127 എന്നാണ് അതിൻ്റെ ഒരു വാല്യൂ റേഞ്ച് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഡാറ്റ ടൈപ്പ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ്, രണ്ടാമത്തെ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്, ഡാറ്റ ടൈപ്പ്. അതിന് മൂന്നാമത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സ്. നമുക്ക് നോക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ്സ് നമ്പേഴ്സ് ആർ stored in 32 bits and 6 digits of precision. Floating points numbers are stored in 32 bits with 6 digits of precision. Floating point numbers എന്ന് പറഞ്ഞാൽ 32 ബിറ്റ്സിലാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് 6 ഡിജിറ്റ്സ് പ്രസിഷൻ ഉണ്ടാവും. അത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് തന്നെ 3 വേരിയൻസ് ഉണ്ട്. ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ അതിൻ്റെ അകത്ത് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ കണ്ടിട്ടോ ഡബിൾ, അതിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ടൈപ്പിൻ്റെ ഒരു വേരിയൻ്റ് ആണ് ഡബിൾ എന്ന് പറയുന്നത്. 3 വേരിയൻസ് ആണ്. ഒന്ന് ഫ്ലോട്ട്, ഒന്ന് ഡബിൾ, ഒന്ന് ലോങ് ഡബിൾ. വെച്ചാൽ ഇതിൻ്റെ 3 വേരിയൻസ് ആണ്. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ പോയിൻ്റ് ഉള്ള നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഹോൾ നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് ഉണ്ടാവില്ലേ, പോയിൻ്റ് ഉണ്ടാവും, 1.2, 2. അങ്ങനെ പോയിൻറ്റ്സ് വരുമ്പോൾ ഉള്ളതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫ്ലോട്ട്, ഡബിള്, ലോങ് ഡബിൾ എന്ന് വെച്ചാൽ ഈ ഫ്ലോട്ടിൽ കുറഞ്ഞ സ്റ്റോറേജ് ഉള്ളതായിരിക്കും, ഡബിളിൽ പിന്നെ സ്റ്റോറേജ് കൂടിയായിരിക്കും. അങ്ങനെ ലോങ് ഡബിൾ വരുമ്പോൾ കുറച്ചും കൂടി സ്റ്റോറേജ് ഇതാണ്. ഡബിൾ 64 ബിറ്റ്സ് വിത്ത് 14 ഡിജിറ്റ് പ്രസിഷൻ. ഇവിടെ നമ്മൾ നോക്കാം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. മറ്റേത് ഫ്ലോട്ട് 32 ബിറ്റ്സ് വിത്ത് 6 ഡിജിറ്റ് പ്രസിഷൻ ആണെങ്കിൽ ഡബിള് 64 ബിറ്റ്സ് വിത്ത് 14 ഡിജിറ്റ് പ്രസിഷനാണ്. അങ്ങനെയാണ്. അങ്ങനെ ലോങ് ഡബിൾ ആണെങ്കിൽ 80 ബിറ്റ്സ് ആണ് നമ്മൾ വരുന്നത്. നോക്കാം, ഇത് അതിൻ്റെ ഒരു സ്റ്റോറേജിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇതിൻ്റെ അകത്ത് വന്നത്, വേരിയൻസ് വന്നത്. ഈ ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ വേരിയബിൾസ്
Actually, floating point numbers are stored in 32 float 32 bits with 6 digits of precision, 3 variants, and float long double. Double 64 bits with 14 digit precision, long double 80 bits. നമ്മൾ അടുത്ത നോക്കാം. അടുത്ത വോയിഡ് ടൈപ്പാണ്. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഇതിലുള്ള. വെച്ചാൽ ഈ ഡാറ്റ ടൈപ്പിലുള്ള ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് വോയിഡ് ടൈപ്പ്. The void type has no values. The void types has no values. ചില void type എന്ന് പറഞ്ഞാൽ വാല്യൂ ഇല്ലാത്ത ഇതിനെ സൂചിപ്പിക്കാൻ, അതിന് വാല്യൂ ഇല്ലാണ്ടാവുന്നതിനെ സൂചിപ്പിക്കാനുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് the void type. Usually used to specify the types of function. ഫംഗ്ഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് void type data type യൂസ് ചെയ്യുന്നത്. ഇത് യൂഷ്വലി യൂസ്ഡ് ടു സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ചില ഫംഗ്ഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ void ടൈപ്പ് യൂസ് ചെയ്യുന്നത്. The type of function is said to be void when it does not return any values to calling function. ഈ ഫംഗ്ഷൻ എപ്പോഴാണ് void, ഈ ടൈപ്പ് ഡാറ്റ എങ്ങനെയാണ് void എന്ന് പറയാന്ന് വെച്ചാൽ the function is said to be void when it does not return. എപ്പോഴാണ് ഇത് void എന്ന് പറയുന്നത്? when it does not return any value to calling function. കോളിംഗ് ഫംഗ്ഷന് വാല്യൂസ് ഇത് ഡിഫൈൻ ചെയ്യാണ്ടാവുമ്പോഴാണ് ഇതിനെ വോയിഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഇതൊന്ന് നോക്കാം, പറഞ്ഞതൊക്കെ നോക്കാം. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിൻ്റെ ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണാം ഇൻറ്റിജർ ഡാറ്റ ടൈപ്സ്. അതിനകത്ത് ഇൻറ്റിജറിൽ സൈൻഡ് ഇൻറ്റ് ഇവിടെ കാണാം, സൈൻഡ് ഇൻറ്റ്, ഷോർട്ട് ഇൻറ്റ്, ലോങ് ഇൻറ്റ്. പിന്നെ അൺസൈൻഡ് ടൈപ്പിൽ ഇൻറ്റിജറിൽ സൈൻഡും അൺസൈൻഡും ഉണ്ട്. അതിനകത്ത് സൈൻഡിൽ ഇൻറ്റ്, ഷോർട്ട് ഇൻറ്റ്, ലോങ് ഇൻറ്റ്. അൺസൈൻഡ് ടൈപ്പിൽ അൺസൈൻഡ് ഇൻറ്റ്, അൺസൈൻഡ് ഷോർട്ട് ഇൻറ്റ്, അൺസൈൻഡ് ലോങ് ഇൻറ്റ്. ഇനി ക്യാരക്ടർ ടൈപ്പിൽ വരുമ്പോൾ ക്യാരക്ടറിൽ വരുമ്പോൾ ക്യാർ, സൈൻഡ് ക്യാർ, അൺസൈൻഡ് ക്യാർ. ഇനി ഫ്ലോട്ടിംഗ് പോയിൻ്റ് ടൈപ്പിൽ വരുമ്പോൾ ഫ്ലോട്ട്, ഡബിൾ, ലോങ് ഡബിൾ. ഇത് മൂന്നാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ പറയുന്ന, ഇത് മൂന്നാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ്, അല്ല ഫണ്ടമെൻ്റൽ പ്രൈമറി ഡാറ്റ ടൈപ്സ്. പിന്നെ വോയിഡ് എന്ന് പറയുമ്പോൾ വെച്ചാൽ അത് പ്രത്യേകിച്ച് ഇതില്ല. ഇനി നമ്മൾ അടുത്ത ഒരു ഇത് പറയുകയാണ്, അടുത്ത ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇനി ഈ ഡാറ്റ ടൈപ്പിൽ സെക്കൻഡ് ഇത് വരുന്നതാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് അറേസ്, ഫങ്ഷൻസ്. ഇത് അങ്ങനത്തെ മൂന്നെണ്ണമാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പ്രോഗ്രാം എഴുതുന്ന യൂസേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് അവരെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. വെച്ചാൽ യൂസറിൻ്റെ ആവശ്യകതക്കനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ ഫങ്ഷൻ, അതിനാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുക. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് നമ്മൾ എന്താണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈമറി ഡാറ്റ ടൈപ്സിന്ന് ഡിറൈവ് ചെയ്തെടുത്തതെന്ന് പറയാം. അതാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് വെച്ചാൽ പ്രൈമറി ഡാറ്റ ടൈപ്സ് ആയ ഇത് നമുക്ക് ഓൾറെഡി ഇതിൻ്റെ അകത്തുനിന്ന് ഡിറൈവ് ചെയ്തെടുത്തത് വെച്ചാൽ ഇപ്പോൾ അറേ, ഫങ്ഷൻസ്, ഇതെല്ലാം വെച്ചാൽ പ്രൈമറി ഡാറ്റ ടൈപ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത ഡാറ്റ ടൈപ്സിനാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയാം. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്താണെന്ന് വെച്ചാൽ തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. യൂസർ ഡിഫൈൻ എന്താണെന്ന് പറയാം. വെച്ചാൽ യൂസറിന് ആവശ്യത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് എന്നുവെച്ചാൽ നമുക്ക് ഒരു ഇതിനോട് എന്ത് ആവശ്യം ആണ് ആ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഡാറ്റ ടൈപ്സ് ആണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം മുതൽ നോക്കാം. നമ്മളിവിടെ പറഞ്ഞത് ഡാറ്റ ടൈപ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ പ്രൈമറി ഓർ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്, സെക്കൻഡ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്, തേർഡ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്.
അതിൻ്റെ പ്രൈമറി ആൻഡ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇൻറ്റ്, കെയർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ് 5 ഇത് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് എന്താ പറഞ്ഞു, ഹോൾ നമ്പേഴ്സിനെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ്. മറ്റേ ക്യാരക്ടർ ഡാറ്റ ടൈപ്സ് എന്താണെന്ന് പറഞ്ഞു, ചില ക്യാരക്ടറിനെ സിംഗിൾ ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്നതാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്സ്. അതെന്ന് വെച്ചാൽ 8 ബിറ്റ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് 16 ബിറ്റ്. ഇനി തേർഡ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണ്. അത് പോയിൻറ്റ്സ് വരുന്ന നമ്പേഴ്സിനെ സൂചിപ്പിക്കാനാണ്. അത് 3 പേരുണ്ട്, ഫ്ലോട്ട്, ഡബിൾ, ലോങ് ഡബിൾ. അത് 32 ബിറ്റ്സ് ഫ്ലോട്ട്, 32 ബിറ്റ്സും 6 ഡിജിറ്റ്സ് ഓഫ് ക്വസ്റ്റ്യനും, ഡബിൾ 64 ബിറ്റ്സ് വിത്ത് 14 ഡിജിറ്റ് ക്വസ്റ്റ്യൻ, ലോങ് ഡബിൾ 8 ബിറ്റ്സ് 80 ബിറ്റ്സ്. പിന്നെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ വോയിഡ് ടൈപ്പ്. വോയിഡ് ടൈപ്പാണ്. വോയിഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ വാല്യൂ ഒന്നും ഇല്ലാത്തത് വെച്ചാൽ the type of function is said to be void when it does not return any values to calling function. കോളിംഗ് ഫംഗ്ഷന് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാണ്ടാവുമ്പോഴുള്ള ഒരു ഇതാണ് ഡാറ്റ ടൈപ്പാണ് വോയിഡ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ താങ്ക് യു. ഞാൻ ഡാറ്റ ടൈപ്സിൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എന്താണെന്ന് മാത്രമാണ് ഇവിടെ വിശദീകരിച്ചത്. താങ്ക് യു.